കേരളത്തിലെ ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് തരുന്ന സ്ത്രീ സുരക്ഷാ നിയമം എന്ന് വെച്ചാൽ ഒരാണിൻ്റെ ജീവിതം വലിച്ചിഴക്കാനോ അല്ലെങ്കിൽ ആണുങ്ങളുടെ ജീവിതം ഇട്ട് പമ്പരം കറക്കുന്ന പോലെ കറക്കാനോ നിങ്ങൾക്കുള്ള ലൈസൻസ് അല്ല. നമസ്കാരം ഗൈസ്, ശരത് കുമാർ അടച്ചേരിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വ്യാജ ന്യൂസ് പ്രചരിച്ചതായിട്ട് നമ്മൾ കണ്ടു. ബസ്സിൽ വെച്ച് ഒരു സ്ത്രീക്ക് ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു യുവാവിനെയാണ് അവിടെ ഇരയാക്കി പ്രതി ചേർത്തത്. ഒരുപാട് ആൾക്കാർ സ്ത്രീയുടെ ഭാഗത്താണ് സ്വാഭാവികമായും നിൽക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു ന്യൂസ് എന്ന് വെച്ചാൽ ആ ഒരു പാവമേട്ടൻ സ്വന്തമായിട്ടുള്ള മനംനൊന്ത് താൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് തനിക്കെതിരെ വന്നല്ലോ എന്നുള്ളൊരു മാനസിക പ്രശ്നം കൊണ്ട് ആ ഒരു ചേട്ടൻ ആത്മഹത്യ ചെയ്ത ന്യൂസാണ് പിന്നെ നമ്മൾ കാണുന്നത്. നമ്മുടെ കേരള മനസാക്ഷിനെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല തരത്തിലും ഇവിടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലും അച്ഛന്മാർ അതുപോലെ തന്നെ ഏട്ടന്മാർ ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഒരിക്കലും. പുരുഷന്മാരുടെ തലയിൽ കയറി താണ്ഡവമാടി നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനല്ല ഇവിടുത്തെ നിയമം നിങ്ങൾക്ക് ഇത്രയും സംരക്ഷണം ഒരുക്കി തരുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഒരിക്കലും അത് മറ്റൊരാളുടെ ജീവൻ നശിപ്പിക്കാനുള്ള ഒരു ലൈസൻസ് ആക്കി സഹോദരിമാരെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിയമത്തിന്റെ ഭേദഗതിയിൽ നിങ്ങളിപ്പോൾ ചെയ്ത കാര്യം ചിലപ്പോൾ നിങ്ങളെ വെറുതെ വിടുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയും, ഇനി ഈശ്വരനെ വിശ്വസിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോട്ടെ, ഇവിടെ പ്രകൃതി എന്ന് പറയുന്ന ഒരു ശക്തിയും ഉള്ളിടത്തോളം കാലം അവരുടെ കോടതിയിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല. ഈ ഒരു വീഡിയോ വന്ന് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് ഒരുപാട് ട്രോളുകൾ പല ആൾക്കാരും പല തരത്തിലും അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പം ആ ഒരു ട്രോളിലൂടെ നിങ്ങൾ കാര്യം അവതരിപ്പിക്കുന്നതാണെങ്കിലും ആ ഒരു ഫാമിലീസ് കാണുമ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിയേ. എത്രത്തോളം ഉണ്ടാവും അവർക്ക് വിഷമെന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ അവരുടെ അച്ഛനോ അമ്മക്കോ ആണ് നഷ്ടം വരുന്നത്. മറ്റാർക്കും തന്നെ വലിയ തരത്തിലുള്ള നഷ്ടങ്ങളൊന്നുമില്ല. നമ്മൾ നല്ല രീതിക്ക് പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്ത്രീകൾ പല ആൾക്കാരും ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ. സ്വന്തം റീച്ചിന് വേണ്ടി മറ്റുള്ള ആൾക്കാരുടെ ജീവന് വരെ വിലയില്ലാത്ത പ്രവർത്തികൾ ചെയ്യാൻ ഇവർക്കിപ്പോൾ മടിയില്ലാതായിരിക്കുന്നു. എന്തുകൊണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള പരിരക്ഷ കിട്ടുന്നത് കൊണ്ടാണ് ഇവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു സ്ത്രീ ഒരു കാര്യം ചെയ്തു, ഒരു പുരുഷന് നേരെ ഒരു അതിക്രമം അല്ലെങ്കിൽ എനിക്ക് നേരെ ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി എന്നൊരു കാര്യം പറയുമ്പോൾ ആ ഒരു വസ്തുത ശരിയായ സത്യസന്ധമാണോ എന്ന് പരിശോധിക്കാനുള്ളൊരു മര്യാദയെങ്കിലും ഇവിടെ വേണം. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പലതരത്തിലും നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസാണ് ആ ഒരു വീഡിയോസിനൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്താവും, അവർ സ്വാഭാവികമായി റീച്ച് ആവും. പക്ഷെ ഞാനൊരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം, അനധികൃതമായി സമ്പാദിക്കുന്ന ഒരു രൂപ പോലും ഒരാളുടെ കയ്യിലും കൂടുതലായിട്ട് നിന്ന ചരിത്രമില്ല. അതെങ്ങോട്ടാണ് ഒഴുകിപ്പോയതെന്ന് അവർക്കും അറിയില്ല. അതാണ് ഇവിടുത്തെ പ്രകൃതിയുടെ നിയമം. നിങ്ങളെ ഏത് കോടതി വെറുതെ വിട്ടാലും ശരി, ഇവിടെ പ്രകൃതിയുടെ കോടതിയുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ കോടതി. അതിൽ നിങ്ങൾ കുറ്റക്കാർ തന്നെയാണ്. അതുകൊണ്ട് മൊത്തമായുള്ള സ്ത്രീകളെയൊന്നും നമ്മൾ പറയുന്നില്ല. എനിക്കറിയുന്ന ഒരുപാട് ഏച്ചിമാരുണ്ട്, അമ്മമാരുണ്ട്, പിന്നെ നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള ഒരുപാട് നല്ല രീതിക്കുള്ള തറവാട്ടി പറഞ്ഞ നല്ല പെൺകുട്ടികളുണ്ട് നമുക്കറിയുന്നത്. അവരൊക്കെ നമ്മൾ നല്ല രീതിക്ക് ബഹുമാനിക്കുന്നുണ്ട്, കാരണം നമ്മളുടെ അമ്മ ഒരു സ്ത്രീ ആയതുകൊണ്ട്. പക്ഷേ നമ്മൾ പുരുഷന്മാർക്ക് നേരെ ഉണ്ടാവുന്ന ചില സ്ത്രീകളുടെ ഇതുപോലുള്ള പ്രവർത്തികളെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ ഏട്ടൻ ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള തെറ്റും ആ ഏട്ടൻ ചെയ്തിട്ടില്ല. ആ വീഡിയോ തന്നെ പരമാവധി പാവം ആ ചേട്ടൻ മുമ്പോട്ട് നിൽക്കുന്നുണ്ട്. ആ ചേട്ടന്റെ അടുത്തോട്ട് പോയിട്ട് വീഡിയോ എടുത്തത് ഈ ഒരു സ്ത്രീയാണ്. ലൈംഗിക അതിക്രമം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ പ്രചരിപ്പിച്ചാൽ അത് ലൈംഗിക അതിക്രമം ആവുമോ സഹോദരി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു തിരക്ക് പിടിച്ച ബസ്സാവുമ്പോൾ ചില സമയത്ത് കയ്യും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടും എന്ന് വിചാരിച്ച അതൊക്കെ ലൈംഗിക അതിക്രമം അല്ല. ഞരമ്പന്മാർ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളില്ല എന്ന് പറയുന്നില്ല. ഞരമ്പന്മാർ ഒരുപാട് ആൾക്കാരുണ്ട്, മോശമായ രീതിയിൽ സ്ത്രീകളോട് പെരുമാറുകയും മദ്യപിച്ചുകൊണ്ടൊക്കെ ബസ് കയറി വളരെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരോട് നിങ്ങൾ പ്രതികരിച്ചോളൂ, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാവരും.
പക്ഷേ മാന്യമായി ജീവിക്കുന്ന ഇതുപോലുള്ള പാവപ്പെട്ട ഏട്ടന്മാരെ ഇതിന്റെ അകത്തോട്ട് വലിച്ചിഴക്കരുത് നിങ്ങൾ. കാരണം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ അച്ഛന്മാരും ഏട്ടന്മാരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നാളെ അവർക്ക് ഇതുപോലൊരു അവസ്ഥ വന്നാൽ നിങ്ങൾ ഇതുപോലെ പ്രതികരിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സന്തോഷിക്കുമോ? നിങ്ങൾ റീച്ചിന് വേണ്ടിയാണ് മറ്റൊരാൾ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ ആ ഒരു കാര്യം? ആ ഒരു കുടുംബം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വേദനയെ പറ്റി ഒരു മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതൊന്നും കണ്ട് കേരളത്തിലുള്ള ആരും നന്നാവുന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം. നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കുക തന്നെ വേണം. ഒരുപാട് ആൾക്കാരോട് നമുക്ക് നല്ല രീതിക്ക് ബഹുമാനമുണ്ട്, സ്ത്രീകൾ ഒരുപാട് ആൾക്കാരോട്. കാരണം നല്ല രീതിക്ക് സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ഏച്ചിമാരും അനിയത്തിമാരും എല്ലാവരും ഉണ്ട്. അമ്മമാരടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ എന്തൊക്കെ പ്ലാറ്റ്ഫോമുകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ വീഡിയോസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ, കുക്കിംഗ് വീഡിയോ ഉൾപ്പെടെ പല തരത്തിലുള്ള നല്ല ഡ്രസ്സിന്റെ വീഡിയോ വരെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് നല്ല ബഹുമാനമാണ്, സ്ത്രീകളോട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്താണ് നമ്മൾ പറയുക? നിങ്ങൾ തന്നെ കണ്ടില്ല, ആ വീഡിയോയിൽ ഒരു മോശപ്പെട്ട കാര്യവും ആ പാവം ചെയ്തിട്ടില്ല. അതിൽ തന്നെ ആ ലേഡി പറയുന്നുണ്ട്, ഞാൻ വീഡിയോ വെച്ചിട്ട് പോലും യാതൊരുവിധ പ്രശ്നവും ഇല്ലാണ്ട് അവർ പിന്നെയും അതിൽ തുടരുന്നു എന്നുള്ള കാര്യമൊക്കെ. എന്താണ് അത്രയും കോൺഫിഡൻസോട് കൂടി ആ ചേട്ടൻ അവിടെ നിന്നത്? താനൊരു ശുദ്ധനാണെന്ന് അവർക്ക് സ്വയം അറിയുന്നത് കൊണ്ടാണ്, സ്വന്തം മനസാക്ഷി അവരറിയുന്നത് കൊണ്ടാണ് അവർ അത്രയും കോൺഫിഡൻസോട് കൂടി അവിടെ നിന്നത്. പക്ഷെ നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസാണ്, നമ്മളുടെ കേരള മനസാക്ഷിനെ തന്നെ പിടിച്ച് ഞെട്ടിക്കുന്ന ഒരു ന്യൂസാണ് പിന്നെ വന്നത്. കാരണം അത്രയും വിഷമായി അവർക്ക്. കാരണം താൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു എന്ന് ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എങ്ങനെ പിന്നെ ആ ഏട്ടൻ ജീവിക്കും? നിങ്ങൾ പറ, എങ്ങനെയാണ് ജീവിക്കുക? അത്രയും വിഷമത്തോടു കൂടിയാണ്, അത്രയും വിഷമപ്പെട്ട് ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു കണ്ണീരിലുണ്ടല്ലോ, നിന്നെയൊക്കെ ചുട്ട് ചാമ്പലാക്കാനുള്ള തീ കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. അതാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. പുരുഷന്മാർക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒരു വ്യാജമായിട്ടുള്ള ഒരു ന്യൂസ് പടർത്തി വിടുമ്പോൾ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങളുടെ വീട്ടിലും ആൺതരികൾ ഉണ്ട് എന്നുള്ള കാര്യം. ഈ ലോകത്ത് ആണും പെണ്ണും ചേർന്നിട്ടല്ലാതെ ഇവിടെ ഒന്നും ഒലത്തിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ആണും പെണ്ണും ചേർന്നിട്ടല്ലാതെ ഇവിടെ ഒന്നും ഒലത്തിയിട്ടില്ല. നമ്മളുടെ ലോകപ്രസിദ്ധനായിട്ടുള്ള നമ്മുടെ ഷാറൂഖ് ഖാൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന നടൻ, അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ലാലേട്ടനെ പോലും സൃഷ്ടിച്ചത് ഒരാണും പെണ്ണും ചേർന്നിട്ട് തന്നെയാണ്. ഒരച്ഛനും അമ്മയും ചേർന്നിട്ട് തന്നെയാണ് കുട്ടികൾ ജനിക്കുന്നത്. അല്ലാതെ ഇവിടെ നിങ്ങൾ സ്ത്രീകൾ മാത്രം ഇവിടെ ഒന്നും ഒലത്തിയിട്ടില്ല. ഇവിടെ നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യാൻ ഇവിടെ നിയമമൊക്കെ ഉണ്ട്, ശരി. പക്ഷേ നല്ല സത്യസന്ധമായിട്ടുള്ള ന്യൂസ് മാത്രമായിരിക്കണം നിങ്ങൾ പുറത്തു വിടേണ്ടത്. ഒരിക്കലും വ്യാജമായിട്ടുള്ള ന്യൂസുകൾ വിട്ട് എൻ്റെ പൊന്നു സഹോദരിമാരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ വളർന്നു വരുന്ന എത്രയോ ചെറിയ കുട്ടികളുണ്ട്. നാളെ നിങ്ങളെയും കണ്ടു തന്നെയാണ് അവരും പഠിക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിലും കുട്ടികളില്ലേ? നാളെ അവരും ഇതുപോലെ ചെയ്താലോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഇതുപോലൊരു അതിക്രമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം, ഒരു വ്യാജ ന്യൂസ് പ്രചരിച്ചാൽ അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുക? ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഒരു ലേഡിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പങ്കുവെക്കുന്നതെങ്കിൽ ഒരാണിനെതിരെ എന്ത് ആരോപണവും ഉന്നയിക്കാന്നുള്ള നിയമ നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ വ്യക്തമായ രീതിയിൽ പരിശോധിക്കണം. ഒരു ആണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പ്രതി തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പെണ്ണ് കുറ്റം ചെയ്താൽ ആ പെണ്ണിനെയും പ്രതിയാക്കാനുള്ളൊരു നിയമ നടപടി ഇവിടെ വേണം തീർച്ചയായിട്ടും. ആണുങ്ങളെ മാത്രം കുരുതി കൊടുക്കാനല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് തരുന്ന ഇന്ത്യൻ ഭരണഘടന തരുന്ന സംരക്ഷണം എന്ന് പറഞ്ഞാല് ആണുങ്ങളുടെ തലമണ്ടയിൽ കയറി കളിക്കാനുള്ള ലൈസൻസ് അല്ല, അല്ലെങ്കിൽ ആണുങ്ങളുടെ ജീവൻ വെച്ച് പന്താടാനുള്ള ഒരു സംവിധാനമല്ല അത് എന്ന് ഞാൻ തുടക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത് നമുക്കുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാർ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോഴും ഞാൻ ഉറച്ചുറച്ച് പറയുന്നു, നിങ്ങളുടെ ഭാഗത്ത് പറയുന്ന കാര്യം 100% ക്ലിയർ ആണെങ്കിൽ ഇവിടുത്തെ നിയമവും ഇവിടുത്തെ പ്രകൃതിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അല്ല എങ്കിലുണ്ടല്ലോ ഇവിടുത്തെ നിയമം ചിലപ്പോൾ നിങ്ങളുടെ വെറുതെ വിട്ടേന്ന് വരാം, സാഹചര്യ തെളിവോ കാര്യങ്ങളോ അനുസരിച്ച്, ഒന്നാമതൊരു സ്ത്രീയാണെന്നുള്ള പരിഗണനയിൽ. പക്ഷേ ഇവിടെ ഈശ്വരന്റെയും പ്രകൃതിയുടെയും കോടതിയിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരിക്കും, അത് 100% ഉറപ്പാണ്. ഇപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പറയട്ടെ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള കാര്യം അവരൊക്കെ പറയട്ടെ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറ എങ്ങനെയാണെന്നുള്ള കാര്യം. ഇതുപോലുള്ള ആൾക്കാരെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എവിടെയോ കിടക്കുന്ന ഏതോ ഒരുത്തനല്ല, നമുക്കുണ്ട് സഹോദരൻ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ ഒരാണാണ്, അല്ലെങ്കിൽ നമ്മളൊരാണാണ്, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ആണുങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇനി ഒരാൾക്കാർക്കും ഇതുപോലുള്ള ഒരു അവസരം വരരുത് എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രതികരിക്കണം ഒന്നടങ്കം. ഏതെങ്കിലും ഒരാൾ പ്രതികരിച്ചിട്ടോ ഇപ്പൊ തൊണ്ട കയറി വീഡിയോ ഇട്ടിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല.
പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ വ്യക്തമായി തന്നെ പ്രതികരിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത് അത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ഒരു ലേഡി പറയുന്ന കാര്യം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന പരിപാടി ഒരിക്കലും ഇവിടെ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഏറ്റവും അടുത്ത് റീച്ചിന് വേണ്ടി എന്ത് കോമാളിത്തരം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊരു അതിക്രമം വന്നു കഴിഞ്ഞാലും അതിന് വ്യക്തമായ രീതിയിൽ പരിശോധന വേണം. ഇവിടുത്തെ നിയമത്തിനെയൊക്കെ നല്ല രീതിക്കുള്ള ബഹുമാനം നമുക്കുണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്ത്രീ പറഞ്ഞാലും അതിനെ വ്യക്തമായ രീതിയിൽ പരിശോധിച്ച് തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങളും ശിക്ഷിക്കാൻ നിൽക്കുക. ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സ്വന്തമായിട്ട് ശിക്ഷിക്കാൻ ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു സ്ത്രീ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന് ഒരു 100 കണക്കിന് സപ്പോർട്ടാണ് അതിന്. എന്നാൽ ആ പുരുഷന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സത്യമായിട്ടുള്ള കാര്യം ഉണ്ടോ എന്നറിയാൻ പോലുള്ള മാനസികാവസ്ഥ പോലും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ടാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പുരുഷന്മാരാ. അതാണ് ഏറ്റവും കൂടുതൽ കഷ്ടം. ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പുരുഷന്മാരാ. അതാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾ സ്വന്തം വർഗത്തിനെ തന്നെയാണ് നിങ്ങൾ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ പൊക്കി തലയിലൊന്നും വെക്കണ്ട, അതിനുള്ള ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ആരും പറഞ്ഞിട്ടില്ല സ്ത്രീകളെ കയറ്റി തലയിൽ വെക്കണമെന്ന്. സ്ത്രീയെ ബഹുമാനിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം സ്ത്രീകളെ തലയിൽ വെച്ച് താണ്ടവാടണം എന്നല്ല. അവർ ചെയ്യുന്ന എന്ത് കോമാളിത്തരത്തിനും സപ്പോർട്ട് ചെയ്യണം എന്നല്ല. നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അങ്ങനെയുള്ളൂ. പരസ്പരം നമ്മൾ ബഹുമാനിച്ചിരിക്കണം. അല്ലാതെ സ്ത്രീകൾ ചെയ്യുന്ന കാര്യം എല്ലാം ശരി എന്നുള്ളൊരു അർത്ഥമൊന്നും ഈ ഭരണഘടന ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലായിക്കോ, ഇപ്പം നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിന് ജനങ്ങൾ ഒന്നടങ്കം ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് പ്രകൃതിയാലൊരു ശിക്ഷ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതുപോലെ ചെയ്യുന്ന എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളോട് കൈകൂപ്പിക്കൊണ്ട് ഞാൻ പറയാം, ഒരിക്കലും ഒരാൾക്കെതിരെയും ബഹുമാനപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ വ്യാജ ന്യൂസ് പ്രചരിപ്പിക്കരുത്. റീച്ചിന് വേണ്ടി നിങ്ങൾക്ക് റീച്ചിന് വേണ്ടി ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം ഒന്നുമില്ല, സ്ത്രീകൾ നമ്മൾ പണ്ടൊക്കെ ചെയ്തു വരുന്ന കുക്കിംഗ് വീഡിയോ ഉൾപ്പെടെ പല കാര്യങ്ങളും ഇന്ന് സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്താൽ പോലും നിങ്ങളുടെ ചാനൽ നല്ല രീതിക്ക് റീച്ച് ആവും. അതിന് ഇത്തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു പാവത്തിന്റെ ജീവൻ വെച്ച് പന്താടേണ്ട ആവശ്യമുണ്ടോ ഇവിടെ? കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളെയും, അമ്മമാരെയും, ഏച്ചിമാരെയും, അനിയത്തിമാരെയും, നമ്മളുടെ സമപ്രായത്തിലുള്ള പെൺകുട്ടികളെയും നമ്മൾ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരാൾക്കാർക്കെതിരെയും നിങ്ങൾ വ്യാജമായിട്ടുള്ള ഒരു ന്യൂസും റീച്ചിന് വേണ്ടി ഇറക്കരുതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു അപേക്ഷ കേട്ടോ. നമ്മളുടെ നാടിനെ പറയിപ്പിക്കരുത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മളുടെ കേരളത്തിന്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഗൈസ്, എന്താണ് ചെയ്യുക? ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പറ. നമ്മളുടെ വീട്ടിലും നമുക്ക് ആണുങ്ങളും അച്ഛനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോരുത് കേട്ടോ. അപ്പം ഇത് പറയാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ശരത് കുമാർ അടച്ചേരിയാണ് സൈനിങ് ഓഫ്.